നമ്മൾ സെയ്ഡ്ഗിസ്റ്റിലെ മൊഡ്യൂൾ 4 ലാസ്റ്റ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു ചാപ്റ്ററും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സെയ്ഡ്ഗിസ്റ്റ് കംപ്ലീറ്റ് നമ്മുടെ കഴിയും. പിന്നെ നമ്മൾ അക്കാഡമിക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെയ്ഡ്ഗിസ്റ്റത്തെ അക്കാഡമിക്കത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ അപ്രീസിയേറ്റിംഗ് പോയട്രി, ഹിസ്റ്ററി, മലയാളമൊക്കെ ക്ലാസ്സസ് ഇടണമെന്നാണ് കരുതണത്. സോ എന്തായാലും ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ കെമിക്കൽ ഹാപ്പിനെസ് ആൻഡ് ദ മീനിങ് ഓഫ് ലൈഫ് ബൈ യുവൽ നോവ് ഹരാരി. അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. സോ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ, കുറച്ച് കൂടുതൽ വായിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. സോ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും, പക്ഷേ സംഭവം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. സോ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. സോ അതിന് മുന്നേ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്തിട്ട് കൂടെ ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. സോ നമ്മുടെ യുവൽ നോവ് ഹരാരി എന്നുള്ള യുവൽ നോവ് ഹരാരി എന്നുള്ള ആള് ഒരു സെക്യുലർ ജൂയിഷ് ഫാമിലിയിലാണ് ജനിച്ചിട്ടുള്ളത്. യൂറോപ്യൻ ഒറിജിനിലുള്ള ഒരു ജൂതന്മാരുടെ ഫാമിലിയിലാണ് നമ്മുടെ ഹരാരി ജനിച്ചിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഓൺലൈൻ കോഴ്സ് ഉണ്ട്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു കോഴ്സ് വഴി ഫേമസ് ആയിട്ടുള്ളൊരു ആളാണ് നമ്മുടെ ഹരാരി. പിന്നെ മൂപ്പര് നമ്മുടെ യോഗ, അതുമാതിരി മെഡിറ്റേഷൻ, അതിലൊക്കെ കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആളാണ്. ഇയാൾ ജീവിക്കുന്നത് ഒരു ഗേ പാർട്ട്ണറായിട്ടാണ്. ഗേ പാർട്ട്ണർ മാത്രമല്ല, അയാളുടെ മാനേജർ കൂടിയാണ്. ഇറ്റ്സിക് യാഹവ് എന്നാണ് പേര്, ഇറ്റ്സിക് യാഹവ്. അപ്പോൾ ജെറൂസലേമിലെ ഒരു വില്ലേജിൽ ഈ ഗേ പാർട്ട്ണറുടെ കൂടെയാണ് നമ്മുടെ ഹരാരി ജീവിക്കുന്നത്. ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇയാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാറുള്ളത് ഹിസ്റ്ററിയും ബയോളജിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ചരിത്രവും ജീവശാസ്ത്രവും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതായത് ഹോമോസാപ്പിയൻസും മറ്റ് ആനിമൽസും തമ്മിലുള്ള ഡിഫറൻസ്. ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരുടെ സയൻറ്റിഫിക് നെയിമാണ് ഹോമോസാപ്പിയൻസ് എന്നുള്ളത്. സോ മനുഷ്യന്മാരും മറ്റു മൃഗങ്ങൾക്കും ഇടയിലുണ്ടാവുന്ന ഡിഫറൻസുകൾ, അതുമാതിരി ഹ്യൂമൻ ഹാപ്പിനെസ് ആൻഡ് റൈറ്റ്സ്, ഒരു മനുഷ്യൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ മീനിങ്, ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ആളാണ് നമ്മുടെ ഹരാരി. സോ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്ക് ഉണ്ട്, സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ടത്തെ ശിലായുഗത്തല്ലേ, അവിടെ മുതൽ നമ്മുടെ 21st സെഞ്ച്വറി വരെയുള്ള ഹ്യൂമൻ്റെ ആ ഒരു ജേണി കാണിക്കുന്ന ഒരു അടിപൊളി ഹിസ്റ്ററിക്കൽ പീസ് ഓഫ് റൈറ്റിംഗ് ആണ് ഈ സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന ന്യൂ ബുക്ക് എന്ന് പറയുന്നത് ഹോമോ ഡിയേഴ്സ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടുമോറോ ആണ്. അതിലെന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിലേക്കാണ് അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹോമോ ഡിയേഴ്സ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടുമോറോ ആണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വർക്ക് എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരുപാട് പ്രൈസസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനായിട്ടുള്ള മാർക്ക് സക്കർബർഗ് 2015 ഇദ്ദേഹത്തിൻ്റെ ഈ സാപ്പിയൻസ് എന്നുള്ള വർക്കില്ലേ, അത് സക്കർബർഗിൻ്റെ ഓൺലൈൻ ലൈബ്രറിയിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. സക്കർബർഗ് ഈ ഒരു വർക്കിനെ വിളിച്ചിട്ടുള്ളത് എ ബിഗ് ഹിസ്റ്ററി നറേറ്റീവ് ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ എന്നാണ്. ഓക്കെ, സോ ഹരാരി എന്ന് പറയുമ്പോൾ പിന്നെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വേർഡ്, ഒരു സെൻറ്റൻസ് എന്താ അറിയോ, ഹിസ്റ്ററി ബിഗാൻ വിത്ത് ഗോഡ്സ് ആൻഡ് വിൽ എൻഡ് വെൻ ഹ്യൂമൻ ബിക്കംസ് ഗോഡ്സ്. ചരിത്രം തുടങ്ങുന്നത് ദൈവത്തിൽ നിന്നാണ്, മനുഷ്യന്മാർ ദൈവമായി തീരുന്നിടത്ത് ചരിത്രം അവസാനിക്കുകയും ചെയ്യും. സോ ഇതാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. പിന്നെന്താണ് ഈ ഒരു പ്രസൻറ്റ് എക്സ്ട്രാക്റ്റ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കുഞ്ഞൊരു എക്സ്ട്രാക്റ്റാണ്, കെമിക്കൽ ഹാപ്പിനെസ് ആൻഡ് ദ മീനിങ് ഓഫ് ലൈഫ്. ഈ ഒരു എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ മീനിങ്, ലൈഫ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്താ പറയുക, എത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ എത്ര അർത്ഥശൂന്യത ഉള്ളൊരു കാര്യമാണ് ഈ ലൈഫ് എന്നുള്ളതും. അതുമാതിരി തന്നെ നമ്മുടെ കെമിക്കൽ പ്രോസസ്സിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഈ സന്തോഷം ഉണ്ടാവുന്നത്. മീൻസ് രാസപ്രവർത്തനങ്ങൾ മൂലമാണ് ഈ സന്തോഷം, നമുക്ക് തലച്ചോറിൽ ഓരോ കെമിക്കൽ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് ഈ സന്തോഷം എന്നുള്ള വികാരം ഉണ്ടാകുന്നത്. അതല്ലാതെ പണ്ടത്തെ ഈ സ്പിരിച്വൽ ആത്മീയ ചിന്തകൾക്കൊക്കെ എതിരായിരുന്നു നമ്മുടെ ഹരാരി എന്ന് പറയുന്ന ഇയാൾ. സോ ഇയാൾ പറയുന്നത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ പ്രോസസ്സിൻ്റെ റിസൾട്ടാണെന്നാണ്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് നേരെ ഈ ഒരു എക്സ്ട്രാക്റ്റിലോട്ട് പോവാം. സോ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്, പക്ഷേ നമുക്ക് ബയോളജിയിലേക്കൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, ലൈക്ക് ജീവശാസ്ത്രം, ഹിസ്റ്ററിയിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ലിങ്ക് ചെയ്ത് പഠിക്കാൻ ഭയങ്കര രസമുള്ളൊരു പാടാണ്. സോ ഇവിടെ എന്താ പറയുക, ഫസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഹാപ്പിനെസ് എന്നുള്ളൊരു വിഷയത്തിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യനെയർ കണ്ടക്ട് ചെയ്താൽ സോഷ്യൽ സയൻറ്റിസ്റ്റ്, അതായത് സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഹാപ്പിനെസ്സിനെ ലിങ്ക് ചെയ്യണത് സോഷ്യൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് പൈസ,
അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ജോലി, അതൊക്കെ വെച്ചിട്ടായിരിക്കും. നേരെ മറിച്ച് ഇതേ ഹാപ്പിനെസ് നമ്മൾ ബയോളജിസ്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ, ബയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ജീവശാസ്ത്രം, അതായത് ശാസ്ത്രജ്ഞന്മാർ, അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ ഹാപ്പിനെസ്സിനെ റിലേറ്റ് ചെയ്യുന്നത് ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക് ഫാക്ടേഴ്സ് ആയിട്ടാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഈ ജെനറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കെമിക്കൽ പ്രോസസ്സിലാണ് ബയോളജിസ്റ്റ് ഹാപ്പിനെസ്സിനെ റിലേറ്റ് ചെയ്യുന്നത്. അവരുടെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോക്കിംഗ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ആയിരിക്കും അവരുടേത്. ഓക്കെ, ബയോളജിസ്റ്റ് എന്താ പറയുന്നതെന്ന് അറിയാം, നമ്മുടെ മാനസികമായിട്ടുള്ള ഓരോ സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഓരോ വികാരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും ഈ എന്താ പറയുക, ലൈക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ലൈക്ക് സാലറി, സോഷ്യൽ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ റൈറ്റ്സ്, അതിനൊന്നും അല്ല ബേസ് ചെയ്യുന്നത്. നമ്മുടെ വികാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു കോംപ്ലെക്സ് സിസ്റ്റം ഓഫ് നെർവ്സ്, ന്യൂറോൺസ്, സിനാപ്സസ് ആൻഡ് വേരിയസ് ബയോകെമിക്കൽ സബ്സ്റ്റൻസസ് ലൈക്ക് സെറോട്ടോണിൻ, ഡോപ്പമിൻ ആൻഡ് ഓക്സിറ്റോസിൻ. അതായത് നമ്മൾ ബയോളജിയിൽ പഠിച്ച കാര്യങ്ങളാണ്. നെർവ്സ്, അതായത് നമ്മുടെ നാഡീവ്യൂഹങ്ങൾ, അതുമാതിരി സിനാപ്സ് ഒക്കെ ഈ നമ്മുടെ ന്യൂറോണിൻ്റെ ഒരു പാർട്ടാണ്. സോ ഇതൊക്കെ അതുമാതിരി തന്നെ 3 സബ്സ്റ്റൻസസ് ഇത് പഠിച്ചു വയ്ക്കുക: സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ. ഇങ്ങനെ 3 ബയോകെമിക്കൽ സബ്സ്റ്റൻസസ്, ഇവരുടെയൊക്കെ കാരണമാണ് ഈ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വികാരങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് ബയോളജിസ്റ്റുകൾ പറയുന്നത്. സോ ഇവരെന്താ പറയുന്നതെന്ന് പറയും, ഇപ്പോൾ ഒരാൾക്കൊരു ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ ഒരു പുതിയ വീട് വാങ്ങി, അല്ലെങ്കിൽ ഒരു ട്രൂ ലവ് കണ്ടെത്തി, അല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷൻ കിട്ടി, അതുകൊണ്ടൊന്നുമല്ല ശരിക്കും ഒരാൾ ഹാപ്പി ആവുന്നത്. സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സന്ദർഭം വരുമ്പോൾ ഒരാൾ ഹാപ്പി ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്, നമ്മുടെ ബ്ലഡിലുള്ള ഒരുപാട് ഹോർമോൺസ് ഒക്കെ നമ്മുടെ ബ്രെയിനിലെത്തിയിട്ട് അവിടെ ഓരോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് വഴിയാണ് നമ്മൾ ഹാപ്പി ആവുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമൻസ് എർത്തിൽ തന്നെ ഒരു ഹെവൻ, ഒരു സ്വർഗം ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അത് നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ, നമ്മുടെ ഹാപ്പിനെസ് ലെവൽസ് എപ്പോഴും ഒരുമാതിരി നിൽക്കില്ല. അതായത് ഒരേപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഹാപ്പിനെസ് ലെവൽസ് നിൽക്കില്ല. അങ്ങനെയാണ് നമ്മുടെ ബയോകെമിക്കൽ സിസ്റ്റത്തിനെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അതായത് എന്താണ്, ഇപ്പോൾ ഒരാൾ എപ്പോഴും ജീവിതകാലം മുഴുവൻ ഹാപ്പി ആയിട്ടും ഒരാൾ ജീവിതകാലം മുഴുവൻ സങ്കടത്തിലും അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഈ സന്തോഷം എന്ന് പറയുന്നത് ഒരു നിഗൂഢതയുടെ മീൻസ് എന്താ അറിയോ, ഇപ്പോൾ ഒരാൾ കുറച്ച് നേരം സന്തോഷം, അതായത് കുറച്ച് കാലം അയാൾക്ക് സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾക്ക് എന്തെങ്കിലും സങ്കടവും ഉണ്ടാവും. അല്ലാതെ ഒരാൾക്ക് എപ്പോഴും ഏത് നേരവും സന്തോഷം മാത്രം, ഒരാൾക്ക് സങ്കടം മാത്രം, അങ്ങനെയായിട്ടുള്ള ഒരു എവല്യൂഷൻ, ഒരു പരിണാമം ഒരു മനുഷ്യരിലും സംഭവിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. സോ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള കാര്യം, സെൻസേഷൻ വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ടും അത് കുറച്ച് കഴിഞ്ഞാൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സെൻസേഷനിൽ റിസൾട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഇന്റേണൽ ബയോകെമിക്കൽ സിസ്റ്റംസ് ഒക്കെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ എന്താ പറയുന്നത്, ഇപ്പോൾ എവല്യൂഷൻ കാരണം നമ്മുടെ സെക്സ് ടൈമിൽ, ഈ സെക്സിൻ്റെ ടൈമിൽ മെയിൽസിന് ഒരു തരം ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇവരിതിലോട്ട് ഇൻട്രസ്റ്റഡ് ആവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ടാവില്ല, റീപ്രൊഡക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അതേ സമയം എന്താണ്, ഈ ഒരു ഹാപ്പിനെസ് മൊമെൻ്ററി മാത്രമാക്കാനും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ആ ഒരു അപ്പം കിട്ടുന്ന പ്ലസൻറ്റ് ഫീലിംഗ് അങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്കും ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അവർ ഫുഡ് കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. സോ അവർ ഓട്ടോമാറ്റിക്കലി അവർ മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്ലസൻറ്റ് ഫീലിംഗ് ഉണ്ടാകുമ്പോഴും അതിനൊരു എൻഡ് ഉണ്ട്. ലൈക്ക് അതൊരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കില്ല. അപ്പോൾ അത് കുറച്ച് എക്സാമ്പിൾസ് വഴിയാണ് ഇവർ പറയുന്നത്. ലോട്ടറി അടിക്കുന്നത്, അതുമാതിരി ഈ നോർമലായിട്ടുള്ള ഈ റീപ്രൊഡക്ഷൻ, സെക്സ്, അതൊക്കെ ഇവർ ഒരു എക്സാമ്പിളായിട്ട് തരുന്നതാണ്. പിന്നെ ചില ബയോകെമിസ്റ്റുകൾ അല്ലെങ്കിൽ ചില സ്കോളേഴ്സ് ഈ ഹ്യൂമൻ ബയോകെമിസ്ട്രീനെ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ടെമ്പറേച്ചറിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വെക്കും. ഫോർ എക്സാമ്പിൾ പുറത്ത് എന്ത് ടെമ്പറേച്ചർ ചേഞ്ച് വന്നാലും ഇവർക്ക് ആ ഒരു സെറ്റ് ടെമ്പറേച്ചറിൽ അവർ എന്ത് ചെയ്യും, അവർ സെറ്റാവും. അതേമാതിരിയായിട്ട് ഇവരെന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഹ്യൂമൻ ബയോകെമിസ്ട്രീനെ ചില സ്കോളേഴ്സ്, ചില പണ്ഡിതന്മാർ കമ്പയർ ചെയ്യാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ചില എയർ കണ്ടീഷനിങ് സിസ്റ്റം, ചില എ സി ഒക്കെ ഇപ്പോൾ ഒരു 25 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്ത് വയ്ക്കും. മറ്റ് ചില എ സികൾ ചിലപ്പോൾ 20 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതേമാതിരി ഓരോ മനുഷ്യൻ്റെയും ഹാപ്പിനെസ് ഓരോ പേഴ്സൺ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ ചില ആൾക്കാർക്ക്, ഇപ്പോൾ നമ്മളൊരു 1 to 10 സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ ചീർഫുൾ, നല്ല സന്തോഷമുള്ള ഒരു ബയോകെമിക്കൽ സിസ്റ്റമായിട്ടാണ് ജനിക്കുക. അപ്പോൾ അവരുടെ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ ഈ 1 to 10 6 to 10 ഇടയിൽ കടന്ന് കളിക്കും. അപ്പോൾ അതൊരു 8 ആവറേജ് ആയിട്ട് എടുക്കുക. പക്ഷെ മറ്റ് ചിലരുണ്ടാവും, മറ്റ് ചിലർ പറഞ്ഞാൽ അവർ ജനിക്കുമ്പോൾ ഒരു ഗ്ലൂമി ബയോകെമിസ്ട്രിയിലാണ് ജനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ 1 to 10 ഒരു 3 to 7 അവരുടെ റേഞ്ച് നിൽക്കും. അപ്പോൾ അതിൻ്റെ ആവറേജ് ഒരു 5. മനസ്സിലായോ? അപ്പോൾ
അപ്പോൾ ഈ ചീർഫുൾ ആയിട്ടുള്ള ഒരു ബയോകെമിക്കൽ സിസ്റ്റമായിട്ട് ജനിക്കണവർ ഇപ്പോൾ എന്ത് സങ്കടം വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും അവർ ഒരു ഹാപ്പിനെസ്സിൽ തന്നെ അങ്ങനെ പോയിക്കോളും. പക്ഷേ ഗ്ലൂമി ബയോകെമിസ്ട്രിയിൽ ജനിക്കുന്ന ആൾ, അയാൾക്ക് ഇനി ലോട്ടറി അടിച്ചാലും അല്ലെങ്കിൽ എന്ത് നല്ല കാര്യങ്ങൾ വന്നാലും അപ്പോഴുള്ള ഇത് കഴിഞ്ഞാൽ പിന്നെ അവർ ഗ്ലൂമി ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അതാണ് പറയുന്നത് എന്ത്, നമ്മുടെ ബ്രെയിനിലാണ് ഈ എല്ലാതും, ഈ സന്തോഷത്തിൻ്റെ ഒക്കെ സംഭവം കിടക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ്, നമ്മുടെ ബയോകെമിസ്ട്രിയിലാണ് ഇതെല്ലാതും നടക്കുന്നത്. അല്ലാതെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പൈസ, ജോലി അതിലൊന്നുമല്ല നമ്മുടെ ഹാപ്പിനെസ് നടക്കുന്നത് അല്ലെങ്കിൽ കിടക്കുന്നത് എന്നാണ് നമ്മുടെ ബയോളജിസ്റ്റുകൾ അവകാശപ്പെടുന്നത്. ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കസിൻസിനൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ചില ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, എന്ത് പ്രശ്നം വന്നാലും അവരെപ്പോഴും നല്ല ഹാപ്പി ആയിരിക്കും. പക്ഷെ വേറെ കുറച്ച് ടീംസ് എങ്ങനെയാണെന്നറിയോ, എന്തൊക്കെ സന്തോഷങ്ങൾ ഉണ്ടാകുമെങ്കിലും അവരെപ്പോഴും ഒരു സങ്കടത്തിലായിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴും നേടിക്കൊണ്ടിരിക്കണം, അവർക്ക് പുതിയ ജോലി കിട്ടണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കണം, പുതിയ കാറ് വാങ്ങണം, അങ്ങനെ ഓരോ ഡിസയേഴ്സ് ആയിരിക്കും. അതെല്ലാം എപ്പോഴും അവർ ഭയങ്കര സങ്കടത്തിലൊക്കെ അല്ലെങ്കിൽ നിരാശയിലോ ആയിരിക്കും. എന്നിട്ട് അവർക്ക് വേണ്ടത് കിട്ടിക്കഴിഞ്ഞാലോ അപ്പോൾ അടുത്തതാവും. ഒരു കാറ് വാങ്ങണമെന്നുള്ള ആഗ്രഹത്തിൽ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അവർക്ക് പുതിയ വീട് വേണമെന്നാവും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും ബ്രെയിനിലാണ് ഇതെല്ലാതും കിടക്കുന്നത്. ഓക്കെ, സോ നമ്മളൊരു കാറ് വാങ്ങുക അല്ലെങ്കിൽ നമുക്കൊരു ലോട്ടറി അടിച്ചാലൊന്നും നമ്മുടെ ബയോകെമിസ്ട്രിയിൽ ചേഞ്ച് വരുന്നില്ല. അതൊരു ഇത്തിരി നേരത്തേക്ക് നമുക്കൊരു ഫീലിംഗ്, നല്ലൊരു ഫീലിംഗ് തരുന്നല്ലാതെ ബാക്കിയൊക്കെ എന്താണ് നമ്മുടെ ബയോകെമിസ്ട്രിയിലാണ് കിടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പറയപ്പെടുന്ന ഒരു കാഴ്ചപ്പാടാണ് മാരീഡ് പീപ്പിള് സിംഗിൾസിനെക്കാട്ടിലും ഹാപ്പിയാണെന്നുള്ളത്. ഈ ഒരു ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, കല്യാണം കഴിഞ്ഞ ആൾക്കാർ ചിലപ്പോൾ സിംഗിളായിട്ടുള്ള ആൾക്കാരെക്കാട്ടിലും അല്ലെങ്കിൽ വിവാഹമോചനം നേടിയിട്ടുള്ള ആൾക്കാരെക്കാട്ടിലൊക്കെ പ്രത്യക്ഷത്തിൽ ഹാപ്പി ആയിരിക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം കല്യാണം നിങ്ങളെ ഹാപ്പി ആക്കുന്നു എന്നല്ല. കല്യാണം ഹാപ്പി ആക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകും. നേരെ വെച്ചിട്ട് ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളെ ഹാപ്പി ആക്കാൻ വേണ്ടി കല്യാണം കഴിപ്പിച്ചാൽ അയാൾ ഹാപ്പി ആവില്ല. ബിക്കോസ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കെമിക്കൽ പ്രോസസ് ഇൻ അവർ ബ്രെയിൻ. സോ അതുകൊണ്ട് തന്നെ സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ ഇതാണ് നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരുന്ന സബ്സ്റ്റൻസസ്. സോ കറക്റ്റായിരിക്കാം, നമുക്ക് നല്ലൊരു പാർട്ട്ണറൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ മേ ബി ഹാപ്പിനെസ് കൂടുതലായിരിക്കാം. മാരേജ് കഴിഞ്ഞ ആൾക്കാർക്ക് ഹാപ്പിനെസ് കൂടുതലായിരിക്കാം. പക്ഷെ അതിൻ്റെ അർത്ഥം മാരേജാണ് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് എന്നല്ല. ഹാപ്പിനെസ് ഉള്ളത് കൊണ്ടാണ് മാരേജ് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ തിരുത്തുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ബ്രെയിനിലുള്ള ഈ 3 ഹോർമോൺസ് സെറോട്ടോണിൻ, ഡോപ്പമിൻ ആൻഡ് ഓക്സിറ്റോസിൻ ഇതാണ് നമ്മളെ ഹാപ്പി ആക്കുന്നതും നമ്മുടെ ഓരോരോ ഇമോഷൻസ് മാറ്റുന്നതും. പക്ഷേ നമ്മുടെ ജീവശാസ്ത്രജ്ഞർ, അതായത് ബയോളജിസ്റ്റ് പറയുന്നത് നമ്മളെ സന്തോഷം ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത് ഈ ഒരു ബയോകെമിസ്ട്രി ആണെങ്കിലും ഇതിന് നമ്മുടെ മെൻ്റൽ, അതായത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളും അതുമാതിരി സാമൂഹ്യപരമായിട്ടുള്ള ഘടകങ്ങളും സോഷ്യൽ ആൻഡ് മെൻ്റൽ ഫാക്ടേഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരാൾ നോർമലായിട്ട് ഒരു 1 to 10 സ്കെയിലിൽ ഒരു 5 ഒക്കെ ഹാപ്പിനെസ് ലെവലിൽ നിൽക്കുന്ന ഒരാൾ ഒരിക്കലും റോഡിൽ പോയിട്ട് ഡാൻസ് കളിക്കൊന്നുമില്ല. നേരെ മറിച്ച് ആൾക്ക് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു 7 റേഞ്ചിലേക്ക് എപ്പോഴും അത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകാൻ നോക്കും. സോ അയാളുടെ ഹാപ്പിനെസ്സും മറ്റേ ആളുടെ ഹാപ്പിനെസ്സും കൂടി കൂടുമ്പോൾ ദേ ക്യാൻ സംടൈംസ് ഡാൻസ് വൈൽഡ് ഇൻ ദ റോഡ്. ഓക്കെ, സോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് ഇവിടെ പറയുന്നത്. സോ സോഷ്യൽ മെൻ്റൽ ഫാക്ടേഴ്സൊക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിൻലി ഇത് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബയോകെമിസ്ട്രി ആണ്. പക്ഷേ സൈക്കോളജിക്കൽ, സോഷ്യൽ ഫാക്ടേഴ്സൊക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? പിന്നെന്താ പറയുന്നത്, അപ്പോൾ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന ടൈമിൽ ഹിസ്റ്ററിക്ക് ഇമ്പോർട്ടൻസ് കുറവാണ് വെൻ കമ്പയർഡ് ടു ബയോളജി. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ കാര്യം ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുറത്തുനിന്നുള്ളൊരു ഫാക്ടർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സെറോട്ടോണിൻ സെക്രീറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റിമുലസ് ചിലപ്പോൾ കൂടും. പക്ഷേ അതിൻ്റെ ലെവൽസ് ഒരിക്കലും കൺട്രോൾ ചെയ്യുന്നത് ഹിസ്റ്ററി അല്ല, ബയോളജിയാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ആ ബയോകെമിസ്ട്രി അല്ലെങ്കിൽ ഈ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ പ്രോസസ്സസ് ഇൻ അവർ ബ്രെയിൻ ആണ് നമ്മളെ ഹാപ്പിയും അല്ലാതൊക്കെ ആക്കുന്നത്. ഇനി ഒരു കമ്പാരിസൺ തന്നിട്ടുണ്ട്. ഒരു പെസൻറ്റ്, ഒരു മെഡീവൽ ഫ്രഞ്ച് പെസൻറ്റിനെയും ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ബാങ്കർ, ഒരു പാരീസിയൻ ബാങ്കറിനെയും കമ്പയർ ചെയ്യാം. അപ്പോൾ ഈ പെസൻറ്റ് എന്താണ്? ഒരു കുടിലാണ് താമസിക്കുന്നത്, റൈറ്റ്? പക്ഷേ ബാങ്കർ ജോലി കഴിഞ്ഞാൽ നല്ല വലിയൊരു കൊട്ടാരത്തിലോട്ടാണ് പോകുന്നത്, പെൻറ്റ് ഹൗസിലേക്കാണ് പോകുന്നത്. എവിടെ? ചാംസ് എലൈസീസിലേക്ക് വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു വലിയ സ്ഥലത്തേക്കാണ് നമ്മുടെ ബാങ്കർ പോകുന്നത്. സോ ഇവിടെ ഈ ചാംസ് എലൈസീസ് എന്ന് പറയുന്നത് പാരീസിലെ ഒരു വലിയൊരു തിയേറ്ററാണ്, തിയേറ്റർ അല്ല,
സ്ട്രീറ്റാണ് ചാൻസ് എലൈസീസ് എന്ന് പറയുന്നത്. പാരീസിലെ ഒരു ഫേമസ് സ്ട്രീറ്റാണ്. പെൻറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ടോൾ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു ഫ്ലാറ്റിനെയാണ് പെൻറ്റ് ഹൗസ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു പെസൻറ്റിനെയും ഒരു ബാങ്കറിനെയും കമ്പയർ ചെയ്യുക. സോ പെസൻറ്റ് ഒരു കുടിലാണ് താമസിക്കുക, ഇയാൾ ഒരു വലിയ പെൻറ്റ് ഹൗസിലാണ് താമസിക്കുക. നമ്മൾ ഓട്ടോമാറ്റിക്കലി മനുഷ്യന്മാരെ എക്സ്പെക്റ്റ് ചെയ്യുക ബാങ്കറായിരിക്കും കൂടുതൽ ഹാപ്പി ഈ പെസൻറ്റിനെക്കാട്ടിലും എന്നായിരിക്കും. പക്ഷേ ഈ ഒരു കുടിലാണോ അല്ലെങ്കിൽ പെൻറ്റ് ഹൗസ് ആണോ, അതൊന്നുമല്ല ഒരാളുടെ മൂഡ് അല്ലെങ്കിൽ ഒരാളുടെ ഹാപ്പിനെസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഏതാ ഡിറ്റർമൈൻ ചെയ്യണത്? സെറോട്ടോണിനാണ് ഡിപ്പെൻഡ് ചെയ്യണത്. ഇപ്പോൾ ഒരു പെസൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ, അപ്പോൾ അയാളുടെ അന്നത്തെ പണി കുടിലുണ്ടാക്കുകയാണെങ്കിൽ കുടിലുണ്ടാക്കുന്ന ആ പണി അത് തീർക്കുക എന്നാണ്. സോ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അയാൾ ഹാപ്പിയാണ്. അയാളുടെ സെറോട്ടോണിൻ ലെവൽ എന്താണ്, അയാളുടെ ബ്രെയിന് സെറോട്ടോണിൻ സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഈ ബാങ്കർ ആണെങ്കിൽ ഇപ്പോൾ അയാൾക്ക് നല്ലൊരു എന്തെങ്കിലും ഒരു ജോലി തീർത്തു എന്ന് വിചാരിക്കുക. സോ അയാളും ഹാപ്പി ആയി കഴിഞ്ഞാൽ അയാളുടെ ബ്രെയിനും ഈ ഒരു സെറോട്ടോണിൻ റിലീസാണ് ചെയ്യുന്നത്. സോ രണ്ട് കേസിലും സെറോട്ടോണിൻ റിലീസ് നടന്നിട്ടാണ് ഇവർ ഹാപ്പി ആവുന്നത്. ഓക്കെ, അപ്പോൾ അല്ലാതെ ഈ ബ്രെയിനിൽ ഇയാൾ പെൻറ്റ് ഹൗസിലാണോ ഇയാൾ ഹട്ടിലാണോ താമസിക്കുന്നത് എന്നൊന്നും അവർ നോക്കില്ല. ഹാപ്പിനെസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സെറോട്ടോണിൻ എന്നുള്ള ഹോർമോണിൻ്റെ ലെവലിന് മാത്രമാണ്. ഓക്കെ, പിന്നെ ഈ ഒരു കാര്യം നമ്മുടെ പ്രൈവറ്റ് ലൈഫ്സിൽ മാത്രമല്ല കേട്ടോ അപ്ലിക്കബിൾ, കളക്റ്റീവ് ഇവൻസിലും ഇത് അപ്ലിക്കബിൾ ആണ്. പൊതു സംഭവങ്ങളിലും. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുക, ഫ്രഞ്ച് റവല്യൂഷൻ എടുക്കുക. ഫ്രഞ്ച് റവല്യൂഷൻ നടന്ന ടൈമിൽ എന്താണ്, ഈ വിപ്ലവകാരികൾ രാജാക്കന്മാരെ കൊന്നു, പിന്നെന്താ പെസൻസിന് ലാൻഡ് കൊടുത്തു, അവരുടെ അവകാശങ്ങൾ പറഞ്ഞു, പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സ്ട്രാ റൈറ്റ്സും അതുമാതിരി പ്രത്യേക അവകാശങ്ങളൊക്കെ അബോലിഷ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഫ്രഞ്ച് റവല്യൂഷന് മുന്നേ സന്തോഷമുള്ളവർ ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞപ്പോഴും സന്തോഷമായിട്ട് തന്നെയാണ്. അതിന് മുന്നേ തന്നെ ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത ആൾക്കാർ ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ റോബസ്പിയറിനെയും അതുമാതിരി നെപ്പോളിയനൊക്കെ കുറ്റം പറയാൻ തുടങ്ങി. ഇതേ ആൾക്കാരാണ് ഇതിനു മുന്നേ നമ്മുടെ ലൂയിസ് 16 ക്വീൻ മേരീനെയൊക്കെ കുറ്റം പറഞ്ഞിരുന്നത്. സോ അങ്ങനെയുള്ളൊരു ബയോകെമിസ്ട്രി ഉള്ള ആൾക്കാർ അപ്പം യുദ്ധം കഴിഞ്ഞാലും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ച് കിങ്സിൻ്റെ പേര് പറയുന്നുണ്ട്, റോബസ്പിയറും നെപ്പോളിയൻ, ലൂയിസ് 16, മേരി ആൻറ്റോണിറ്റി ഒക്കെ. അതൊക്കെ ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള കാര്യമാണ്, എന്നാലും ഒന്ന് നോക്കി വയ്ക്കുക. റോബസ്പിയർ എന്ന് പറഞ്ഞാൽ മാക്സിമിലിയൻ റോബസ്പിയർ, അയാളൊരു ഫ്രഞ്ച് ലോയറാണ്. പിന്നെ നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ നെപ്പോളിയൻ ബോണപ്പാർട്ട്, അയാളൊരു ഫ്രഞ്ച് മിലിറ്ററി പൊളിറ്റിക്കൽ ലീഡറായിരുന്നു. ഓക്കെ, പിന്നെ ലൂയിസ് 16 മേരിയൊക്കെ കിങ് ഓഫ് ഫ്രാൻസ്, ലാസ്റ്റ് ക്വീൻ ഓഫ് ഫ്രാൻസ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ആൾക്കാരുടെ വിചാരം എന്താ പറയുക, ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു റിഫോം വന്നാൽ അവർ സന്തോഷമാവുന്നതാണ്. പക്ഷേ അവരുടെ ബയോകെമിസ്ട്രി അവരെ ചതിക്കും. ബിക്കോസ് ബയോകെമിസ്ട്രിയാണ് ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത് അറിയോ, ഇപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് എല്ലാം ഈ ബയോകെമിക്കൽ സിസ്റ്റത്തിലാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമ്മുടെ ടൈം ഈ പൊളിറ്റിക്സിലും അതുമാതിരി സോഷ്യൽ റിഫോംസിലും അങ്ങനത്തേലൊക്കെ കളയുന്നതിന് പകരം നമ്മളിനി എന്ത് ചെയ്യണം, നമ്മൾ ശരിക്കും ഹാപ്പി ആക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം, നമ്മുടെ ബയോകെമിസ്ട്രിയിൽ ശ്രദ്ധിക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരുപാട് പൈസയൊക്കെ നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും അതിൻ്റെ കെമിസ്ട്രീനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാൻ ചിലവഴിച്ചാൽ നമുക്ക് ആളുകളെ കൂടുതൽ ഹാപ്പിയാക്കാൻ കഴിഞ്ഞേക്കാം അല്ലേ? പ്രൊസാക് എന്ന് പറയുന്നത് ഒരു ടാബ്ലറ്റ് ആണ്, ഒരു ആൻറ്റി ഡിപ്രസൻറ്റ് ടാബ്ലറ്റ് ആണ്. അപ്പോൾ അതെന്താ ചെയ്യുന്നത്, അത് നമ്മുടെ ആളുകളുടെ സെറോട്ടോണിൻ ലെവൽസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരെ ഡിപ്രഷന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവരൊരിക്കലും പൊളിറ്റിക്കലോ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളല്ല ഈ ഗുളികകൾ ചെയ്യുന്നത്. അവർ നമ്മുടെ ബ്രെയിനിലുള്ള സെറോട്ടോണിൻ ലെവൽസ് കൂട്ടിയിട്ട് അത് ലിഫ്റ്റ് ചെയ്തിട്ട് ആളുകളെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ന്യൂ ഏജ് സ്ലോഗൻ ഉണ്ട്, ഹാപ്പിനെസ് ബിഗിൻസ് വിത്തിൻ. മണി, സോഷ്യൽ സ്റ്റാറ്റസ്, പ്ലാസ്റ്റിക് സർജറി, ബ്യൂട്ടിഫുൾ ഹൗസസ്, പവർഫുൾ പൊസിഷൻസ്, നൺ ഓഫ് ദീസ് വിൽ ബ്രിങ് യുവർ ഹാപ്പിനെസ്. ലാസ്റ്റിംഗ് ഹാപ്പിനെസ് കംസ് ഓൺലി ഫ്രം സെറോട്ടോണിൻ, ഡോപ്പമിൻ ആൻഡ് ഓക്സിറ്റോസിൻ. അതായത് നമ്മുടെ ന്യൂ ഏജ് ഇന്നത്തെ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് എന്താ അറിയോ, നമ്മുടെ ഹാപ്പിനെസ് ഉള്ളിൽ നിന്ന് വരുന്നതാണ്, വിത്തിൻ ആണ്. അല്ലാതെ ഒരിക്കലും നമ്മുടെ പൈസ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ്, പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ നല്ല വീട്, ഇതൊന്നുമല്ല ഹാപ്പിനെസ്. നമ്മുടെ ഹാപ്പിനെസ് എന്താ, ഉള്ളിലാണ്. ദാറ്റ് ഈസ് സെറോട്ടോണിൻ, ഡോപ്പമിൻ ആൻഡ് ഓക്സിറ്റോസിൻ ആണ് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രൊസാക് എന്ന് പറഞ്ഞില്ല, നമ്മളതൊരു ആൻറ്റി ഡിപ്രസൻറ്റ് ടാബ്ലറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്താ പറയുന്നത് അറിയോ, അഡോൾഫ് ഹക്സ്ലി എന്നുള്ള ഒരാളുണ്ടായിരുന്നു. ആൽഡസ് ഹക്സ്ലി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. സോ അയാളുടെ ഒരു നോവലാണ് ബ്രേവ് ന്യൂ വേൾഡ്. ഇതിൽ ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എന്താണ്, ഹാപ്പിനെസ് ഈസ് ദ സുപ്രീം വാല്യൂ ആൻഡ് സൈക്യാട്രിക് ഡ്രഗ്സ് റീപ്ലേസ് ദ പോലീസ് ആൻഡ് ദ ബാലറ്റ് ആസ് ദ ഫൗണ്ടേഷൻ ഓഫ് പൊളിറ്റിക്സ്. ഈ ആൽഡസ് ഹക്സ്ലി അയാളുടെ നോവലായിട്ടുള്ള ബ്രേവ് ന്യൂ വേൾഡിൽ പറയുന്ന കാര്യം,
സുപ്രീം വാല്യൂ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹാപ്പിനെസ് ആണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സിലെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒക്കെ ജോലി ഇനി നടത്തേണ്ടത് ആരാണ്? സൈക്കാട്രിക് ഡ്രഗ്സ് ആണെന്നാണ് പറയുന്നത്. സോ ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാം കേട്ടോ. ആൽഡസ് ഹക്സ്ലി അയാളുടെ നോവല്, പിന്നെ അയാൾ പറഞ്ഞ കാര്യം ജസ്റ്റ് നോട്ട് ചെയ്യാം. എന്നാൽ നമുക്ക് എസ്സേ വരുമ്പോൾ ഇതൊക്കെ എഴുതാൻ പറ്റും, പോയിന്റ്സ് കിട്ടും. പിന്നെ എന്താ പറയുന്നത്, ഇപ്പോൾ ഇപ്പോൾ ഡിപ്രഷനുള്ള ഒരാൾ ഒരു ദിവസം അയാളുടെ ഒരു ഡ്രഗ് കഴിക്കുന്നത് വഴി അയാൾ എന്താ ചെയ്യുന്നത്? അയാളുടെ സെറോട്ടോണിൻ ലെവൽസ് ഒക്കെ കൂട്ടിയിട്ട് അയാളുടെ പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഈ ഒരു കാര്യം, ഇയാൾ പറഞ്ഞ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വേറൊരാളുണ്ടായിരുന്നു, ജോർജ് ഓർവെൽ എന്ന് പറഞ്ഞിട്ട്. ജോർജ് ഓർവെൽ 1984 എന്നുള്ള ഒരു നോവലിൽ ഒരു കാര്യം പറയുന്നുണ്ട്. സോ അതിനെക്കാട്ടിലും കൂടുതൽ നമുക്കൊരു ട്രബിളായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഈ ആൽഡസ് ഹക്സ്ലി പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം. സോ പിന്നെന്താ പറയുന്നത്, ഈ ഹക്സ്ലീസ് വേൾഡ് സീംസ് മോൺസ്ട്രസ് ടു മോസ്റ്റ് റീഡേഴ്സ്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഹക്സ്ലി പറയുന്ന ഒരു കാര്യം എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നില്ല. ഇപ്പം എല്ലാവരുടെയും ഒരു ചോദ്യം ഉണ്ടാവും, എല്ലാവർക്കും എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടായാൽ എന്താ പ്രശ്നം എന്ന്. പക്ഷെ അതിൻ്റെ ആൻസറൊന്നും നമുക്കും അറിയില്ല. എവ്രിബഡി ഈസ് ഹാപ്പി ഓൾ ദ ടൈം, വാട്ട് കുഡ് ബി റോങ് വിത്ത് ദാറ്റ്? എല്ലാവർക്കും എപ്പോഴും സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? അത് എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ എന്നൊക്കെ ചോദ്യം ഉണ്ടെങ്കിലും ഉത്തരമല്ല. ഓക്കെ, മേ ബി ലൈഫ് ത്രില്ലിങ് ആവുണ്ടാവില്ല, ലൈക്ക് എപ്പോഴും ഒരേ വികാരമായി കഴിഞ്ഞാൽ, റൈറ്റ്? അറിയില്ല, അതെന്താണെന്ന് അറിയില്ല. പിന്നെന്താ പറയുന്നത്, ഹക്സ്ലിയുടെ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഒരാളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ പ്ലഷറാണ്, അതായത് അപ്പോഴത്തെ ഒരു രസമാണ്. ലൈക്ക് നമ്മളൊരു ബോഡി സെൻസേഷൻസ് എത്രത്തോളം പ്ലസൻ്റ് ആവുന്നു അത്രത്തോളം അയാൾ ഹാപ്പി ആവുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ്, കുറച്ചധികം നേരം ഒരാളെ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബയോകെമിക്കൽ സിസ്റ്റത്തിൽ തന്നെ പിടിക്കണം. ബയോകെമിക്കൽ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് വഴിയാണ് നമ്മുടെ ഫീലിങ്സ് അതിനനുസരിച്ച് മാറുക. ഇനി ഡാനിയൽ, അടുത്ത ആളാട്ടോ, അത് നോട്ട് ചെയ്യണം കേട്ടോ ഈ ആൾക്കാരുടെ പേര്. ഡാനിയൽ കെയ്ൻമാൻ എന്നുള്ള ഒരാളുണ്ടായിരുന്നു, ഡാനിയൽ കെയ്ൻമാൻ. അയാൾ എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഡാനിയൽ കെയ്ൻമാൻ, KAHNEMA എന്നാണ് കേട്ടോ, ഡാനിയൽ കെയ്ൻമാൻ, നോബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ്. അദ്ദേഹം പറഞ്ഞു ആൾക്കാരോട്, നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം എടുക്കുക, ആ ഒരു കാര്യം നിങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവരെടുത്ത ടോപ്പിക് എന്താ പറയുക, ഒരു കുട്ടീനെ വളർത്തി വലുതാക്കുക എന്നുള്ള കാര്യമാണ്. സോ ഒരു കുട്ടീനെ വളർത്തി വലുതാക്കുമ്പോൾ ഫുൾ എന്താണ്, കുറേ അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ലൈക്ക് ചേഞ്ചിങ് നാപ്പീസ്, വാഷിംഗ് ഡിഷസ്, അതുപോലെ ഡീലിംഗ് വിത്ത് ടെമ്പർ ടാൻട്രംസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ബട്ട് സ്റ്റിൽ എല്ലാ പാരൻസും പറയുന്ന ഒരു കാര്യം എന്താണ്, അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അവരുടെ മക്കളാണെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നില്ലേ, ഈ ഒരു കുട്ടീനെ വളർത്തുന്ന കാര്യം ഇത്രയും ഡിഫിക്കൽട്ടാണ്, അൺപ്ലസൻ്റ് ആണ്, സ്റ്റിൽ പാരൻസ് പറയുന്നത് കുട്ടികളാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്നാണ്. സോ ആൾക്കാരൊക്കെ അവർക്ക് നല്ലത് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലേ എന്നാണ് ആര് ചോദിക്കുന്നത്, ഡാനിയൽ കെയ്ൻമാൻ ചോദിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താ പറയുന്നത്, ഒരുപാട് പ്ലസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മേലേക്ക് വെച്ചാൽ ഒരാൾ ശരിക്കും ഹാപ്പിനെസ് അല്ലാതെ ഉണ്ടാവുന്നത്. നമ്മുടെ ലൈഫിനെ അതിൻ്റെ മീനിങ്ങോട് കൂടി, അതിൻ്റെ അർത്ഥത്തോടു കൂടിയും, അതിൻ്റെ ആ ഒരു പ്രഷ്യസ്, നമ്മുടെ ലൈഫ് എത്ര പ്രഷ്യസ് ആണെന്നും അറിഞ്ഞ് ജീവിക്കുന്നിടത്താണ് ഹാപ്പിനെസ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടീനെ വളർത്തുന്ന കേസ്, കുട്ടീനെ വളർത്തുന്നത് നമുക്ക് മിസറബിൾ സ്ലേവ്സ് ടു എ ബേബി ഡിക്റ്റേറ്റർ ആയിട്ട് എടുക്കാം. അതായത് ഇനിയിപ്പോൾ ഇതിനെ വളർത്തണ്ടേ, ഇതിനെ നമ്മളിപ്പോൾ ഇനി കഷ്ടത്തിലായല്ലോ, എന്തായാലും ഉണ്ടായില്ലേ കുട്ടീനെ വളർത്തണ്ടേ, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്കും, പിന്നെ ലവിങ്ലി നേർച്ചറിങ് എ ന്യൂ ലൈഫ്, ഒരു പുതിയ ജീവനെ സന്തോഷത്തോടു കൂടി നമ്മൾ നേർച്ചർ ചെയ്യുക, വളർത്തിയെടുക്കുക, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. ഇതിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്നേഹത്തോടെ ഒരു കുഞ്ഞിനെ, ഒരു പുതിയ ജീവനെ വളർത്തിയെടുക്കുന്ന അങ്ങനെയുള്ള മനസ്സുള്ളവർ, ആ ലൈഫിൻ്റെ അർത്ഥത്തിനെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ അതൊരു ഇനിയിപ്പോൾ കുട്ടി ഉണ്ടായില്ല ഇനി വളർത്തിയെടുക്കണ്ടേ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല. സോ ഇവിടെ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഒരു മീനിങ്ലെസ് ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഹാപ്പി ആകാൻ കഴിയില്ല. ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് തരിക. ഇവിടെ നീറ്റ്സി എന്നുള്ള ഒരാളുണ്ടായിരുന്നു, നീറ്റ്സ്കി. മൂപ്പർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും, ഇഫ് യു ഹാവ് എ വൈ ടു ലീവ് യു ക്യാൻ ബെയർ ഓൾമോസ്റ്റ് എനി ഹൗ. നിങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ, എന്തിനു ജീവിക്കണമെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനു എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള ഒരു ചോദ്യം, ഹൗ എന്ന ചോദ്യത്തിനെ മറികടക്കാൻ പറ്റും. വൈ, എന്തിനു വേണ്ടി ജീവിക്കണേ എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കും എന്നതിനൊരു ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് നീറ്റ്സി എന്നുള്ള ഒരാൾ പറഞ്ഞിട്ടുള്ളത്. അതായത് NIETZSCHE, നീറ്റ്സ്കി, അതാണ് അവിടെ സ്പെല്ലിങ് നോക്കുക കേട്ടോ. സോ അതാണ് ഇവിടെ പറയുന്നത്. പിന്നെന്താ പറയുന്നത് അറിയോ, ഇപ്പം നമ്മുടെ പൂർവികന്മാർ, നമ്മുടെ ആൻസസ്റ്റേഴ്സൊക്കെ
അവരൊക്കെ നമ്മളെക്കാട്ടിലും സന്തോഷമുള്ളവരായിരുന്നു. കാരണം എന്താ പറയുക, അവർ ജീവിച്ചിരുന്നത് മരണാനന്തരമുള്ളൊരു ഒരു ജീവിതം, അതിനെ പറ്റിയിട്ടുള്ള ഒരു മിഥ്യ, ഒരു ഡെലൂഷനിലായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ അവർ ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കോണിലും അവർ ജീവിതത്തിനെ വീക്ഷിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ സയൻറ്റിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മീനിങ് ആയിട്ട് ലൈഫിനെ നോക്കിക്കഴിഞ്ഞാൽ ലൈഫിന് ഒരു എന്താ പറയുക, ഒരു അർത്ഥമില്ല. ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ കുറേ എവല്യൂഷൻ്റെ ഒരു ഫലം, ഒരു പ്രൊഡക്റ്റാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. അല്ലാതെ അതിന് പ്രത്യേകിച്ചിട്ട് ഒരു റീസൺ ഒന്നുമില്ല. ഒരുപാട് എവല്യൂഷൻ നടന്നിട്ടുണ്ടായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഹ്യൂമൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ ഭൂമി അവിടെ പൊട്ടിത്തെറിച്ച് പോയി വിചാരിക്കുക, നത്തിങ് വുഡ് ഹാപ്പൻ. യൂണിവേഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകും, പ്രപഞ്ചം അതേമാതിരി തന്നെ പോയിക്കൊണ്ടിരിക്കും, അല്ലാതെ ഒന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. സോ പിന്നെന്താ പറയുന്നത്, നമ്മൾ ലൈഫിന് കൊടുക്കുന്ന അർത്ഥം എന്നൊക്കെ പറയുന്നത് വെറും മിഥ്യയാണ്, ലൈക്ക് വെറും ഡെല്യൂഷൻസ് ആണ്. അങ്ങനെ ഒരു അർത്ഥം, ജീവിതത്തിന് അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ലൈഫിനൊരു അർത്ഥം എന്ന് പറയുന്നത് ഇല്ല. ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റുകൾ പറയും ഞങ്ങളുടെ ലൈഫ് ഭയങ്കര മീനിങ് ഫുള്ളാണ്, കാരണം ഞങ്ങൾ ഹ്യൂമൻ നോളജ് കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. സോൾജേഴ്സ് പറയും ഞങ്ങളുടെ ലൈഫ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഞങ്ങൾ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റർപ്രീനേഴ്സ് പറയും ഞങ്ങൾ പുതിയ കമ്പനീസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, സോ ഞങ്ങൾ നല്ല അടിപൊളി ലൈഫാണെന്ന് പറയും. പക്ഷെ ഇതൊന്നുമല്ല, ഇതൊക്കെ ജസ്റ്റ് എന്താണ്, വെറും ഒരു ഡെല്യൂഷൻസ്, ഒരു മിഥ്യാധാരണ മാത്രമാണ്. ഇപ്പോൾ ഇതേമാതിരി തന്നെ പണ്ടത്തെ ആൾക്കാർ കരുതിയിരുന്നത് എന്താ, നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ്, ഓരോ പുരാണങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ഓരോരോ പുതിയ ഇങ്ങനെ ക്രൂസൈഡ്, ഗോയിങ് ഓൺ എ ക്രൂസൈഡ്, അതൊക്കെയാണ് വലിയ കാര്യം എന്നാണ് പണ്ടത്തെ ആൾക്കാർ കരുതിയിരുന്നത്. സോ അവരുടെ ലൈഫ് മീനിങ് ഫുള്ള് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ പറയാം. ഇപ്പോഴത്തെ ആൾക്കാർ പറയുന്നത് ഇങ്ങനെ പല കാരണങ്ങളും പറയാം. പക്ഷേ നമ്മൾ അതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ. ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കും അർത്ഥമൊന്നുമില്ല. നമ്മൾ കുറേ പരിണാമം സംഭവിച്ചിട്ട് വന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. നമ്മളെ ഭൂമി നശിച്ചു പോയാലും ഈ യൂണിവേഴ്സ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. സമൂഹത്തിൽ ഇപ്പോൾ ഒരാളുടെ പേഴ്സണൽ ഡെല്യൂഷന് കളക്റ്റീവ് ഡെല്യൂഷനായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്നതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, സമൂഹത്തിൽ നിലവിലുള്ള ഒരു മിഥ്യാബോധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഡെല്യൂഷൻസ്, അതുമായിട്ട് നമ്മുടെ പേഴ്സണൽ ഡെല്യൂഷൻ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള മിഥ്യാബോധം ലയിപ്പിക്കുന്നതാണ് സന്തോഷം എന്ന് പറയുന്നവരുണ്ട്. അത് ഇപ്പം എന്താ, നമുക്ക് ചുറ്റുമുള്ളവർ എല്ലാവരും ചിന്തിക്കുന്നത് പോലെ നമ്മൾ ചിന്തിച്ചാൽ, അതായത് ഇപ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ എന്താണോ ചിന്തിക്കുന്നത് അതേമാതിരി ഞാൻ ചിന്തിച്ചാൽ എൻ്റെ ലൈഫ് എന്താ അർത്ഥമുള്ളതായി അങ്ങനെ കരുതുന്നു. എനിക്ക് ചുറ്റും മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിച്ചാൽ എൻ്റെ ജീവിതം അർത്ഥവത്തായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇങ്ങനെയുള്ള കുറേ ചിന്തകളും മിഥ്യാധാരണകളും മാത്രമാണ് ഇത്. ആ ചിന്തയിൽ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയ അർത്ഥമുള്ളതാണ്, സോ ഞാൻ ഹാപ്പിയാണ്, അങ്ങനെ വിചാരിക്കുകയാണ്. സോ ഇതൊരു ഡിപ്രസിങ് കൺക്ലൂഷനാണ്. ഇതൊരു എന്താ പറയുക, ഒരു പ്രയാസപ്പെടുത്തുന്ന ഒരു കൺക്ലൂഷനാണ്. ഡസ് ഹാപ്പിനെസ് റിയലി ഡിപ്പെൻഡ് ഓൺ സെൽഫ് ഡില്യൂഷൻ? ഇങ്ങനെ സ്വയം ഇങ്ങനെ സൃഷ്ടിക്കുന്ന ഒരു അങ്ങനത്തെ മിഥ്യയിൽ നിലനിൽക്കുന്ന ഒരു സാധനമാണോ ശരിക്കും സന്തോഷം എന്ന് പറഞ്ഞാൽ? അങ്ങനെ ഒരു ക്വസ്റ്റ്യനിലാണ് ഈ ഒരു എക്സ്ട്രാക്റ്റ് അവസാനിക്കുന്നത്. സോ ഇവിടെ കുറേ ടേംസ്, ഇപ്പോൾ പ്രൊസാക്ക് ഒരു ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. പിന്നെ ആൽഡസ് ഹക്സ്ലി ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്. ബ്രേവ് ന്യൂ വേൾഡ് അയാളുടെ റൈറ്റിംഗ് ആണ്. പിന്നെ ഡിസ്റ്റോപ്പിയൻ എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. ഡിസ്റ്റോപ്പിയൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. എല്ലാ കാര്യങ്ങളും അൺപ്ലസൻ്റ് ആയിട്ട് തോന്നിപ്പിക്കുന്ന ഒരു ഇമാജിനറി പ്ലേസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആണ് ഡിസ്റ്റോപ്പിയൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ടൈമിലാണ് നമ്മുടെ ഓർവെല് 1984 എന്നുള്ള സംഭവം എഴുതിയിട്ടുള്ളത്. സോ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് ഇവിടെ പറയുന്നത് US-ത്തൊക്കെ, അതായത് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള വേൾഡിൽ ഒരു എക്കണോമിക് ഡൗൺ ടേൺ ഉണ്ടായിരുന്നു 1929 to 1939 ആ പീരിയഡിൽ. സോ അന്നത്തെ ആ കാലത്തെയാണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് റെഫർ ചെയ്യുന്നത്. പിന്നെന്താണ്, ഡാനിയൽ കെയ്ൻമാൻ, നമ്മൾ പറഞ്ഞു അയാളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാനിയൽ കെയ്ൻമാനാണ് മറ്റേ എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ ആൾ. അയാളാണ് ആ കുട്ടീനെ വളർത്തുന്ന സംഭവമൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു നീറ്റ്സ്കി എന്നുള്ള ആൾ, മറ്റേ വൈ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം ഉണ്ടെങ്കിൽ നമുക്ക് ഹൗനെ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞ ആൾ. മൂപ്പര് ഒരു ജർമ്മൻ ഫിലോസഫറാണ്. പിന്നെ ഗോഡ് ഈസ് ഡെഡ് എന്നൊരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഈ നീറ്റ്സ്കി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വരുന്നത് ഈ കളക്റ്റീവ് ഡെല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൊസൈറ്റി മൊത്തം വിചാരിച്ചു വെക്കുന്ന ഒരു കാര്യം, അതിനാണ് ഈ കളക്റ്റീവ് ഡെല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ കുറച്ച് എന്താ പറയുക, ഇംഗ്ലീഷ് എന്നുള്ളതിനുപരി ഒരു
ബയോളജിക്കൽ ഹിസ്റ്ററിക്കലൊക്കെ ആയിട്ടുള്ളൊരു എക്സ്ട്രാക്റ്റ് ആണിത്. സോ ഇത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ല ഈസി ആയിട്ട് തോന്നും, അല്ലാത്തവർക്ക് ഇത് കുറച്ച് ബൈ ഹാർട്ട് ആക്കേണ്ട ഒരു ലെസൺ ആയിട്ട് തോന്നും. സോ എന്തായാലും ഹാപ്പിനെസ് എന്നുള്ളത് ബയോകെമിക്കൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, അതുമാതിരി തന്നെ സെറോട്ടോണിൻ, ഡോപ്പമിൻ ആൻഡ് ഓക്സിറ്റോസിൻ ആണ് ഇതിന് കാരണം എന്ന് പറഞ്ഞു വയ്ക്കുക. സെറോട്ടോണിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കെമിക്കലാണ്, നെർവ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ അതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. പിന്നെ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ അതിനൊരു പേരുണ്ട്, ദ ലവ് ഹോർമോൺ എന്നാണ് അതിൻ്റെ പേര്. ഇത് നമ്മുടെ സോഷ്യൽ ബോണ്ടിങ്, അതുമാതിരി സെക്ഷൽ റീപ്രൊഡക്ഷനിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. സോ ഇതൊക്കെ പഠിച്ചു വയ്ക്കാം. സോ ഇതിലത്തെ കുറേ പോയിൻറ്റ്സ്, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സ്, അതുമാതിരി കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ നമുക്കതൊക്കെ ഇങ്ങനെ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ കുറേ പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു കെമിക്കൽ ഹാപ്പിനെസ് ഉള്ളൂ. ഇതോടുകൂടിയിട്ട് നമ്മുടെ സെയ്ഡ്ഗിസ്റ്റത്തെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു.